ഒന്ന് രാജാക്കന്മാർ അധ്യായം 1. സോളമൻ കിരീടാവകാശി. ദാവീദ് രാജാവ് വൃദ്ധനായി. പരിചാരകർ അവനെ പുതപ്പിച്ചിട്ടും കുളിർ മാറിയില്ല. അവർ അവനോട് പറഞ്ഞു, യജമാനനായ രാജാവിന് വേണ്ടി ഒരു യുവതിയെ ഞങ്ങൾ അന്വേഷിക്കട്ടെ. അവൾ അങ്ങയെ പരിചരിക്കുകയും അങ്ങയോട് ചേർന്ന് കിടന്ന് ചൂട് പകരുകയും ചെയ്യട്ടെ. അവർ സുന്ദരിയായ ഒരു യുവതിയെ ഇസ്രായേലിലെങ്ങും അന്വേഷിച്ചു. ശൂനാംകാരി അഭിഷാഗിനെ കണ്ടെത്തി. അവളെ രാജസന്നിധിയിൽ കൊണ്ടുവന്നു. അതീവ സുന്ദരിയായിരുന്ന അവൾ രാജാവിനെ ശുശ്രൂഷിച്ചു. എന്നാൽ രാജാവ് അവളെ അറിഞ്ഞില്ല. അക്കാലത്ത് ഹഗ്ഗീത്തിന്റെ മകൻ അദോനിയ താൻ രാജാവാകുമെന്ന് വൻപു പറഞ്ഞു. അവൻ രഥങ്ങളെയും കുതിരക്കാരെയും 50 അകമ്പടിക്കാരെയും ഒരുക്കി. നീ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ച് ഒരിക്കലും പിതാവായ ദാവീദ് അവനെ ശാസിച്ചിരുന്നില്ല. അബ്സലോമിന് ശേഷം ജനിച്ച അവനും അതികോമളനായിരുന്നു. അവൻ സെരൂയായുടെ മകൻ യോവാബിനോടും പുരോഹിതൻ അബിയാഥറിനോടും ആലോചിച്ചു. അവർ അവന് പിന്തുണ നൽകി. എന്നാൽ പുരോഹിതൻ സാദോക്ക്, യഹോയാദായുടെ മകൻ ബനായ, പ്രവാചകൻ നാഥാൻ, ഷിമെയി, റേയി എന്നിവരും ദാവീദിന്റെ അംഗരക്ഷകരായ ധീരയോദ്ധാക്കളും അവന്റെ പക്ഷത്തു ചേർന്നില്ല. ഒരു ദിവസം അദോനിയ എൻറോഗൽ അരുവിയുടെ സമീപത്തുള്ള സൊഹലത്ത് കല്ലിനരികെ ആടുകളെയും കാളക്കുട്ടികളെയും മെഴുത്ത കാലികളെയും ബലിയർപ്പിച്ചു. ബലിയോടനുബന്ധിച്ച വിരുന്നിന് ദാവീദ് രാജാവിന്റെ പുത്രന്മാരായ തന്റെ എല്ലാ സഹോദരന്മാരെയും യൂദായിലെ എല്ലാ രാജസേവകന്മാരെയും അവൻ ക്ഷണിച്ചിരുന്നു. എന്നാൽ പ്രവാചകൻ നാഥാൻ, ബനായ, രാജാവിന്റെ അംഗരക്ഷകരായ യോദ്ധാക്കൾ, തന്റെ സഹോദരൻ സോളമൻ എന്നിവരെ അവൻ ക്ഷണിച്ചില്ല. സോളമന്റെ അമ്മ ബത്ശെബായോട് നാഥാൻ പറഞ്ഞു, നമ്മുടെ യജമാനനായ ദാവീദ് അറിയാതെ ഹഗ്ഗീത്തിന്റെ മകൻ അദോനിയ രാജാവായിരിക്കുന്നുവെന്ന് നീ കേട്ടില്ലേ? നിന്റെയും നിന്റെ പുത്രൻ സോളമന്റെയും ജീവൻ രക്ഷിക്കാൻ എന്റെ ഉപദേശം സ്വീകരിക്കുക. ഉടൻ ചെന്ന് ദാവീദ് രാജാവിനോട് പറയുക, എന്റെ യജമാനനായ രാജാവേ, എന്റെ മകൻ സോളമൻ അങ്ങയുടെ പിൻഗാമിയായി സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുമെന്ന് ഈ ദാസിയോട് അങ്ങ് ശപഥം ചെയ്തിട്ടില്ലേ? പിന്നെ എന്തുകൊണ്ടാണ് അദോനിയ രാജാവായിരിക്കുന്നത്? നീ രാജാവുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ വന്ന് നിന്നെ പിന്താങ്ങിക്കൊള്ളാം. ബത്ശെബ ശയനമുറിയിൽ രാജാവിന്റെ അടുക്കൽ ചെന്നു. ശൂനാംകാരി അഭിഷാഗ് വൃദ്ധനായ അവനെ പരിചരിക്കുകയായിരുന്നു. ബത്ശെബ രാജാവിനെ താണു വണങ്ങി. എന്താണ് നിന്റെ ആഗ്രഹം? രാജാവ് അവളോട് ചോദിച്ചു. അവൾ പറഞ്ഞു, യജമാനനെ, എന്റെ മകൻ സോളമൻ അങ്ങേക്കു ശേഷം സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുമെന്ന് ദൈവമായ കർത്താവിന്റെ നാമത്തിൽ അങ്ങ് എന്നോട് സത്യം ചെയ്തിരുന്നല്ലോ. ഇപ്പോഴിതാ അദോനിയ രാജാവായിരിക്കുന്നു. യജമാനനായ രാജാവ് ഇതറിയുന്നുമില്ല. അവൻ കാളകളെയും കൊഴുത്ത അനേകം ആടുമാടുകളെയും ബലിയർപ്പിക്കുകയും അങ്ങേ എല്ലാ പുത്രന്മാരെയും പുരോഹിതൻ അബിയാഥറിനെയും സേനാനായകൻ യോവാബിനെയും വിരുന്നിന് ക്ഷണിക്കുകയും ചെയ്തു. എന്നാൽ അങ്ങയുടെ ദാസനായ സോളമനെ ക്ഷണിച്ചില്ല. എന്റെ യജമാനനായ രാജാവേ, അങ്ങയുടെ പിൻഗാമിയായി ആരാണ് സിംഹാസനത്തിൽ വാഴുകയെന്ന് അങ്ങ് പ്രഖ്യാപിക്കുന്നത് കേൾക്കാൻ ഇസ്രായേൽ ജനം കാത്തിരിക്കുകയാണ്. അങ്ങ് പിതാക്കന്മാരോട് ചേരുമ്പോൾ എന്നെയും എന്റെ മകൻ സോളമനെയും അവർ രാജ്യദ്രോഹികളായി കണക്കാക്കും. അവൾ രാജാവിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രവാചകൻ നാഥാൻ കടന്നു വന്നു. അവൻ വന്ന വിവരം രാജാവിനെ അറിയിച്ചു. നാഥാൻ രാജസന്നിധിയിൽ താണു വണങ്ങി. അവൻ രാജാവിനോട് ചോദിച്ചു, എന്റെ യജമാനനായ രാജാവേ, അദോനിയ അങ്ങയുടെ പിൻഗാമിയായി ഭരിക്കണമെന്നും അവനാണ് അങ്ങയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകേണ്ടതെന്നും അങ്ങ് കൽപ്പിച്ചിട്ടുണ്ടോ? അവൻ ഇന്നു കാളകളെയും കൊഴുത്ത അനേകം ആടുമാടുകളെയും ബലിയർപ്പിച്ചു. എല്ലാ രാജകുമാരന്മാരെയും സേനാധിപന്മാരെയും പുരോഹിതൻ അബിയാഥറിനെയും വിരുന്നിന് ക്ഷണിച്ചിരുന്നു. അവർ അവനോടുകൂടെ തിന്നു കുടിക്കുകയും അദോനിയ രാജാവ് നീണാൾ വാഴട്ടെ എന്ന് ആർപ്പു വിളിക്കുകയും ചെയ്യുന്നു. എന്നാൽ അങ്ങേ ദാസനായ എന്നെയും പുരോഹിതൻ സാദോക്കിനെയും യഹോയാദായുടെ മകൻ ബനായയെയും അങ്ങയുടെ ദാസനായ സോളമനെയും ക്ഷണിച്ചിട്ടില്ല. യജമാനനായ രാജാവിന്റെ പിൻഗാമിയായി സിംഹാസനത്തിൽ ഇരിക്കേണ്ടത് ആരെന്ന് അങ്ങയുടെ ദാസരെ അറിയിച്ചിട്ടില്ലല്ലോ. ഇക്കാര്യം അങ്ങയുടെ കൽപ്പനയനുസരിച്ചു തന്നെയാണോ നടന്നത്? അപ്പോൾ ബത്ശെബായെ വിളിക്കാൻ രാജാവ് ആജ്ഞാപിച്ചു. അവൾ രാജാവിന്റെ മുൻപാകെ വന്നു നിന്നു.
അവൻ ശപഥം ചെയ്തു, സകല കഷ്ടതകളിലും നിന്ന് എന്നെ രക്ഷിച്ച കർത്താവാണേ, നിന്റെ മകനായ സോളമൻ എനിക്കു ശേഷം എൻ്റെ സിംഹാസനത്തിൽ വാഴുമെന്ന് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ നിന്നോട് ഞാൻ സത്യം ചെയ്തിട്ടുള്ളതനുസരിച്ച് ഇന്ന് ഞാൻ പ്രവർത്തിക്കും. ബത്ശേബ രാജാവിനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ യജമാനനായ ദാവീദ് രാജാവ് എന്നേക്കും ജീവിക്കട്ടെ. പുരോഹിതൻ സാദോക്കിനെയും പ്രവാചകൻ നാഥാനെയും യഹോയാദായുടെ മകൻ ബനായായെയും തൻ്റെ അടുത്തേക്ക് വിളിക്കുവാൻ ദാവീദ് രാജാവ് കൽപ്പിച്ചു. അവർ വന്നപ്പോൾ അവൻ പറഞ്ഞു, നിങ്ങൾ രാജസേവകന്മാരെ കൂട്ടിക്കൊണ്ട് എൻ്റെ മകൻ സോളമനെ എൻ്റെ കോവർ കഴുതയുടെ പുറത്ത് ഇരുത്തി ഗീഹോനിലേക്ക് കൊണ്ടുപോകുവിൻ. അവിടെ വച്ച് പുരോഹിതൻ സാദോക്കും പ്രവാചകൻ നാഥാനും അവനെ ഇസ്രായേലിന്റെ രാജാവായി അഭിഷേകം ചെയ്യട്ടെ. സോളമൻ രാജാവ് നീണാൾ വാഴട്ടെ എന്ന് കാഹളം മുഴക്കി ആർപ്പിടുവിൻ. അതിനുശേഷം നിങ്ങൾ അവന്റെ പിന്നാലെ പോരുക. അവൻ വന്ന് എൻ്റെ സിംഹാസനത്തിലിരുന്ന് എനിക്ക് പകരം ഭരണം നടത്തട്ടെ. ഇസ്രായേലിന്റെയും യൂദായുടെയും അധിപനായി അവനെ ഞാൻ നിയമിച്ചിരിക്കുന്നു. യഹോയാദായുടെ മകൻ ബനായ രാജാവിനോട് പറഞ്ഞു, അപ്രകാരം സംഭവിക്കട്ടെ. യജമാനനായ രാജാവിന്റെ ദൈവമായ കർത്താവ് അപ്രകാരം തന്നെ കൽപ്പിക്കുമാറാകട്ടെ. കർത്താവ് യജമാനനായ രാജാവിനോട് കൂടെ എന്നതുപോലെ സോളമനോട് കൂടെയും ആയിരിക്കട്ടെ. അവന്റെ ഭരണം എൻ്റെ യജമാനനായ ദാവീദ് രാജാവിൻ്റെതിനേക്കാൾ മഹത്വപൂർണമാകട്ടെ. പുരോഹിതൻ സാദോക്കും പ്രവാചകൻ നാഥാനും യഹോയാദായുടെ മകൻ ബനായായും കെറേത്യരും പെലേത്യരും സോളമനെ ദാവീദ് രാജാവിന്റെ കോവർ കഴുതയുടെ പുറത്ത് ഇരുത്തി ഗീഹോനിലേക്ക് കൊണ്ടുപോയി. പുരോഹിതൻ സാദോക്ക് വിശുദ്ധ കൂടാരത്തിൽ നിന്ന് തൈലം നിറച്ച കൊമ്പെടുത്ത് സോളമനെ അഭിഷേകം ചെയ്തു. അവർ കാഹളം മുഴക്കി, സോളമൻ രാജാവ് നീണാൾ വാഴട്ടെ. ജനം ആർപ്പു വിളിച്ചു. കുടലൂതുകയും ഭൂമി പിളരുമാറ് ആഹ്ലാദാരവം മുഴക്കുകയും ചെയ്തുകൊണ്ട് ജനം അവനെ അനുഗമിച്ചു. അദോനിയായും അതിഥികളും ആ സ്വരം കേട്ടു. അപ്പോഴേക്കും വിരുന്നു കഴിഞ്ഞിരുന്നു. കാഹളനാദം കേട്ടപ്പോൾ എന്താണ് നഗരത്തിൽ ഘോഷം എന്ന് യോവാബ് ചോദിച്ചു. അവർ സംസാരിച്ചു കൊണ്ടിരിക്കെ പുരോഹിതൻ അബിയാഥറിന്റെ മകൻ ജോനാഥാൻ അവിടെ വന്നു. അദോനിയ അവനോട് പറഞ്ഞു, വരുക, ധീരനായ നീ സദ്വാർത്തയും കൊണ്ടായിരിക്കുമല്ലോ വരുന്നത്. അങ്ങനെയല്ല, ജോനാഥാൻ പറഞ്ഞു, നമ്മുടെ യജമാനൻ ദാവീദ് രാജാവ് സോളമനെ രാജാവാക്കിയിരിക്കുന്നു. പുരോഹിതൻ സാദോക്കിനെയും പ്രവാചകൻ നാഥാനെയും യഹോയാദായുടെ മകൻ ബനായായെയും കെറേത്യരെയും പെലേത്യരെയും രാജാവ് അവനോടൊപ്പം അയച്ചിട്ടുണ്ട്. അവർ അവനെ രാജാവിന്റെ കോവർ കഴുതയുടെ പുറത്താണ് എഴുന്നള്ളിച്ചത്. പുരോഹിതൻ സാദോക്കും പ്രവാചകൻ നാഥാനും അവനെ ഗീഹോനിൽ വെച്ച് രാജാവായി അഭിഷേകം ചെയ്തു. പട്ടണം ഇളകി മറിയത്തക്കവണ്ണം ആഹ്ലാദാരവം മുഴക്കിക്കൊണ്ട് അവർ അവിടെ നിന്ന് മടങ്ങിപ്പോയി. അതാണ് നിങ്ങൾ കേട്ട ശബ്ദം. സോളമൻ സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്നു. മാത്രമല്ല, രാജസേവകന്മാരും നമ്മുടെ യജമാനൻ ദാവീദ് രാജാവിനെ അഭിനന്ദിക്കാൻ ചെന്നിരുന്നു. അങ്ങയുടെ ദൈവം സോളമന്റെ നാമത്തെ അങ്ങയുടേതിനേക്കാൾ മഹനീയവും അവന്റെ ഭരണം അങ്ങയുടേതിനേക്കാൾ ശ്രേഷ്ഠവുമാക്കട്ടെ എന്ന് അവർ ആശംസിച്ചു. രാജാവ് കിടക്കയിൽ കിടന്നുകൊണ്ട് നമിച്ചു. അനന്തരം ദാവീദ് പറഞ്ഞു, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. എൻ്റെ മക്കളിൽ ഒരുവൻ സിംഹാസനത്തിലിരിക്കുന്നത് കാണാൻ അവിടുന്ന് എനിക്ക് ഇടവരുത്തി. അപ്പോൾ അദോനിയായുടെ അതിഥികൾ ഭയന്നെഴുന്നേറ്റ് താന്താങ്ങളുടെ വഴിക്ക് പോയി. സോളമനോടുള്ള ഭയം നിമിത്തം അദോനിയ ഓടിച്ചെന്ന് ബലിപീഠത്തിന്റെ വളർക്കോണിൽ പിടിച്ചു. സോളമൻ രാജാവ് എന്നെ വാളിനിരയാക്കുകയില്ലെന്ന് സത്യം ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അദോനിയ തന്നെ ഭയന്ന് ബലിപീഠത്തിന്റെ വളർക്കോണിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്നുവെന്ന് സോളമൻ അറിഞ്ഞു. അപ്പോൾ സോളമൻ പറഞ്ഞു, അവൻ വിശ്വസ്തനെങ്കിൽ അവന്റെ തലയിൽ നിന്ന് ഒരു രോമം പോലും വീഴുകയില്ല. കുറ്റക്കാരനെങ്കിൽ മരിക്കുക തന്നെ വേണം. സോളമൻ രാജാവ് അവനെ ബലിപീഠത്തിങ്കൽ നിന്ന് ആളയച്ചു വരുത്തി. അവൻ രാജാവിനെ നമിച്ചു. സോളമൻ അവനോട് വീട്ടിൽ പൊയ്ക്കൊള്ളുക എന്ന് ആജ്ഞാപിച്ചു.